Academy. അപ്പോൾ നമുക്ക് കഥ പ്രോമാട്രിക് ക്ലാസ്സിലേക്ക് കടക്കാം. Identify non-essential fatty acids. അപ്പോൾ non-essential fatty acids ഉണ്ട്, essential fatty acids ഉണ്ട്. Essential fatty acids എന്ന് പറഞ്ഞാൽ ആ ഫാറ്റ് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് നമുക്കൊരു ഡയറ്റിൽ നിന്ന് അവന്മാർ ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഫോർ എക്സാമ്പിൾ omega-3, omega-6 ഫാറ്റി ആസിഡ്സ്. നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തന്നെ. പക്ഷെ ഒരു ഡയറ്റിൽ നിന്ന് അങ്ങനെ സ്ട്രിക്ട്ലി ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഇവന്മാർ ബെനിഫിഷ്യൽ ആണ് താനും. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ omega-3 ഫാറ്റി ആസിഡ്, omega-6 ഒലിക് ആസിഡ് എന്നായിരുന്നു ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡിനെ. അപ്പൊ ഏതാണ്? ഒലിക് ആസിഡ് ആയിരുന്നു ആൻസർ. നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്നു, അവന്മാരെ സ്ട്രിക്ട്ലി ഒരു ഡയറക്ട്ലി ഡയറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡി ഫാറ്റി ആസിഡ്സിനെ വേരിയസ് മെറ്റബോളിക് പ്രോസസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒലിക് ആസിഡ് എന്ന് പറയുന്നത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്. ഒലിക് ആസിഡ് എവിടെയൊക്കെ കാണുന്നത്? ഒലീവ് ഓയിലൊക്കെ കാണുന്നത്. അപ്പൊ ഈ ഫാറ്റി ആസിഡ്സ് എസെൻഷ്യൽ ആണ്. അതായത് ഇവന്മാരെ നമ്മൾ ഡയറക്ട്ലി ഡയറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ഇതുപോലെ വേരിയസ് ഫിസിയോളജിക്കൽ പ്രോസസ്സിലും അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്തിനൊക്കെ ഈ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡി ഇറ്റ്സ് ഓൺ സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്ട്രിക്ട്ലി അങ്ങനെ ആ ഡയറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടാത്തതാണ് ഈ പറഞ്ഞ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. മറ്റേത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. അതായത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. omega-3 ഫാറ്റി ആസിഡ്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്. ഹെൽത്ത്, ഹാർട്ടിന്റെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഈ ആൽഫ ലിനോളിക് ആസിഡ് ഒക്കെ ഇല്ല, അല്ലെങ്കിൽ എക്കൂസ പെന്റനോയിക് ആസിഡ്, അല്ലെങ്കിൽ ഡോക്കൂസ ഹെക്സനോയിക് ആസിഡ്. ഇതൊക്കെ നമ്മുടെ ഫാറ്റി ഫിഷിലൊക്കെ കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഫാറ്റി ഫിഷ് സാൽമണിൽ കാണുന്നതാണ്. ഫ്ലാക്സ് സീഡ്സ്, ഷിയ സീഡ്സ്, വാൾനട്ടിലൊക്കെ കാണുന്നതാണ് ഈ പറഞ്ഞത്. ദെൻ omega-6 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതായത് ഇവന്മാരുടെ റോൾ എന്ന് പറഞ്ഞാൽ സ്കിൻ ഹെൽത്തിന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷന്റെ റെഗുലേഷൻ ഒക്കെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്നാണ് omega-6 ഫാറ്റി ആസിഡ്സ്. അപ്പൊ omega-6ഉം 3ഉം ഈ പറഞ്ഞ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. omega-6 ഫാറ്റി ആസിഡ്സ് എവിടെയാണ് കാണുന്നത്? ഓയിൽസിൽ, ഇപ്പൊ കോണ് അല്ലെങ്കിൽ സോയാബീൻ, സൺഫ്ലവർ ഓയിൽ ഒക്കെ ഇല്ല, അല്ലെങ്കിൽ നട്ട്സ്, സീഡ്സിലൊക്കെ കാണുന്നതാണ് omega-6 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ എക്സാമ്പിൾ നമ്മൾ ഒന്ന് ലിനോളിക് ആസിഡ് പറഞ്ഞു, അതായത് ഒലിക് ആസിഡ് പറഞ്ഞു. ആൻഡ് അടുത്ത എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. omega-9 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഒലിക് ആസിഡ്, നമ്മുടെ ഓപ്ഷനിൽ കണ്ട ഒലിക് ആസിഡ് ഈ പറഞ്ഞ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ഒലിക് ആസിഡ് മാത്രമല്ല, ഇനിയുണ്ട് എക്സാമ്പിൾസ്. അപ്പൊ ഈ ഒലിക് ആസിഡ് എവിടെ കാണുന്നത്? ഒലീവ് ഓയിലിൽ കാണുന്നുണ്ട്, അവക്കാഡോസിൽ കാണുന്നുണ്ട്, നട്ട്സിൽ, സീഡ്സിലൊക്കെ കാണുന്നുണ്ട്. ദെൻ അടുത്ത നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അതായത് LDL കൊളസ്ട്രോൾ ലെവൽസ് റേസ് ചെയ്യുന്നു. ഇവന്മാരെ ഒരു സോഴ്സ് ഓഫ് എനർജി പോലെ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചറിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പാൽമെറ്റിക് ആസിഡും സ്റ്റീറിക് ആസിഡും ഒക്കെ ആനിമൽ പ്രൊഡക്ട്സ്, മീറ്റ്, ഡയറിയിലൊക്കെ കാണുന്നതാണ്. കോക്കനട്ട് ഓയിലിലും പാം ഓയിലിലും ഒക്കെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായി അറിയാം. ദെൻ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആക്കുന്നുണ്ട്. LDL ലെവൽ നമ്മൾ LDL കൊളസ്ട്രോൾ ലെവൽ ലോവർ ചെയ്ത് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആക്കുന്നുണ്ട്. മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതിന്റെ എക്സാമ്പിൾ ആണ് ഒലിക് ആസിഡ്. ഒലിക് ആസിഡ് നമ്മൾ പറഞ്ഞു ഒലീവ് ഓയിൽ കാണും, അവക്കാഡോസ്, നട്ട്സ്, സീഡ്സിലൊക്കെ കാണുന്നത്. ദെൻ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ എക്സാമ്പിൾ ആണ് omega-3ഉം omega-6 ഫാറ്റി ആസിഡ്സും ഒക്കെ. നമ്മൾ ഫാറ്റി ഫിഷില്, വെജിറ്റബിൾ ഓയില്, നട്ടിലെ, സീഡ്സിലൊക്കെ കാണുന്നത് പറഞ്ഞത്. അപ്പൊ ഓരോ ടൈപ്പ് ഫാറ്റി ആസിഡ്സിനും അതിൻ്റെതായിട്ടുള്ള റോള് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത്, ലൈക്ക് ആ ഡിഫറെന്റ് ടൈപ്സ് ഫാറ്റി ആസിഡിന്റെ ബാലൻസ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ് ഓവറോൾ ഹെൽത്തിന്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും എന്താണെന്നും എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. അടുത്തത് ദി ജനറ്റിക് മെറ്റീരിയൽ ഓഫ് HIV ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജനറ്റിക് HIVയുടെ ജനറ്റിക് മെറ്റീരിയൽ? RNA ആണ്, സ്പെസിഫിക്കലി സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. HIV എന്ന് പറയുന്നത് റിട്രോ വൈറസ് ആണ്. അതായത് RNA അവന്മാർ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. അവർക്കൊരു എബിലിറ്റി ഉണ്ട്. അതായത് RNA ജീനോമിനെ DNA ആയിട്ട് കൺവേർട്ട് ആകും വൺസ് ഇറ്റ് ഇൻഫെക്ട് എ ഹോസ്റ്റ് സെൽ. അപ്പൊ ഈ ഒരു കൺവേർഷൻ, RNA നിന്ന് DNA എന്നുള്ള കൺവേർഷൻ ആരാണ് കാറ്റലൈസ് ചെയ്യുന്നത്? എൻസൈം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആ DNA ഇന്റഗ്രേറ്റഡ് ആകും, ആ ഹോസ്റ്റ് സെൽ ജീനോമിലോട്ട് ഇന്റഗ്രേറ്റഡ് ആകും. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു കീ സ്റ്റെപ്പായി ഈ ഒരു വൈറസിന്റെ റെപ്ലിക്കേഷനിൽ വിത്തിൻ ദ ഹോസ്റ്റ്. അപ്പം RNAയുടെ കമ്പോസിഷൻ, അതായത് HIV യുടെ ജനറ്റിക് മെറ്റീരിയൽ RNA എന്ന് പറയുന്നത്
കമ്പോസ് ചെയ്തിരിക്കുന്നത് റൈബോന്യൂക്ലിക് ആസിഡ് RNA വെച്ചിട്ടാണ്. ഇതാണ് ഇപ്പം ഹ്യൂമൻസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. HIV അപ്പം RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. HIV എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. അതായത് അതിന്റെ ജീനോമില് ഒരു സിംഗിൾ ആയിട്ടുള്ള RNA മോളിക്യൂളെ കാണത്തുള്ളൂ. ദെൻ റിട്രോവൈറസ് ഫാമിലിയാണ്. അതായത് HIV എന്ന് പറയുന്ന ഏത് ഫാമിലിയാണ്? റിട്രോവൈറസ് ഫാമിലിയാണ്. അതായത് നമുക്കൊരു എബിലിറ്റി ഉണ്ട് RNA ജീനോമിനെ DNA ആയിട്ട് കൺവേർട്ട് ആകും എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി. അത് വൈറൽ റെപ്ലിക്കേഷൻ സൈക്കിളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ RNA ജീനോം HIV-ലെ അതായത് എല്ലാ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ ഇവന്മാരിലുണ്ട്. ആ ഒരു വൈറസിനെ പറ്റി അല്ലെങ്കിൽ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂ വൈറൽ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു നെസസറി ജനറ്റിക് ഇൻഫോർമേഷൻ എവിടെയാണുള്ളത്? RNA ജീനോമിലാണ്. HIV-ലെ RNA ജീനോമിലാണ് ഉള്ളത്. Then encoded proteins ആണ്. അതായത് വിത്തിൻ ദ RNA ജീനോം, ആ RNA ജീനോമിൽ തന്നെ HIV എൻകോഡ് ചെയ്യും വേരിയസ് പ്രോട്ടീൻസിനെ ആ ഒരു റെപ്ലിക്കേഷന് വേണ്ട അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സൈക്കിളിന് വേണ്ട. അതായത് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, ക്യാപ്സിഡ്, എൻവലപ്പ് ഒക്കെ ഇല്ല, അല്ലെങ്കിൽ നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, ഇന്റഗ്രേസ്, പ്രോട്ടിയേസ് ഒക്കെ. HIV-ക്ക് ഒരു ഹൈ മ്യൂട്ടേഷൻ റേറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു ഇറർ പ്രോൺ നേച്ചർ കാരണം. അതായത് ആ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എൻസൈമിന്റെ ആ ഇറർ പ്രോൺ നേച്ചർ കാരണം ഇവർക്ക് ഒരു ഹൈ മ്യൂട്ടേഷൻ റേറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഹൈ മ്യൂട്ടേഷൻ റേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി HIV സ്ട്രെയിൻസിന് അല്ലെങ്കിൽ പ്രസന്റ് ചലഞ്ചസ് ഫോർ ആ ഒരു വാക്സിൻ ഡെവലപ്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവട്ടെ ചലഞ്ചസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ഈ HIV റെപ്ലിക്കേഷൻ സൈക്കിൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷനാണ്. വൈറൽ DNA ഹോസ്റ്റ് സെൽ ജീനോമിലോട്ടാണ് ഇന്റഗ്രേഷൻ ഇൻറ്റു ഹോസ്റ്റ് ജീനോം. അപ്പൊ ഈ ഒരു ഇന്റഗ്രേഷൻ ആണ് ഈ വൈറസിനെ ഹോസ്റ്റ് സെല്ലിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഓവർ ടൈം. അപ്പൊ ഈ ജനറ്റിക് കമ്പോസിഷൻ മനസ്സിലാക്കുക HIV-യുടെ വളരെ ക്രൂഷ്യൽ ആണ്. ആ ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അല്ലെ പ്രിവെന്റീവ് മെഷേഴ്സ് ഇല്ല വൈറസിനെതിരെ. അപ്പൊ അതിനെല്ലാം ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ HIV-യുടെ ആ ഒരു ജനറ്റിക് കമ്പോസിഷൻ മനസ്സിലാക്കുന്നത്. അടുത്തത് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എബോള ചോദിച്ചിട്ടുണ്ട്. എബോള എന്ന് പറഞ്ഞാൽ എന്താ? എബോള എന്ന് പറഞ്ഞ വൈറസ് ഡിസീസ് നമുക്ക് എബോള ഹെമറേജിക് ഫീവർ എന്ന് വിളിക്കാം. എബോള ഹെമറേജിക് ഫീവർ അതൊരു സിവിയർ ഒരു ഫാറ്റൽ ഇൽനെസ് ആണ്. അതായത് ഏത് ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്? എബോള വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. എബോള വൈറസ് ഉണ്ടാക്കുന്ന ഒരു സിവിയർ ഓഫൻ ഫാറ്റൽ ഇൽനെസ് ആണ് ഈ പറഞ്ഞ എബോള വൈറസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഏർലി സിംറ്റംസ് എന്തൊക്കെയാ? ഫീവർ ഉണ്ടാകാം, സിവിയർ ഹെഡേക്ക് ഉണ്ടാകാം, മസിൽ പെയിൻ, വീക്ക്നെസ്, ഫാറ്റീഗ്, ഡയറിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാകാം. ലേറ്റർ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുണ്ട് ബ്ലീഡിങ്, ബ്രൂയിസിങ്, ഇന്റേണൽ ബ്ലീഡിങ്, ഓർഗൻ ഫെയിലിയർ ഒക്കെ സംഭവിക്കാം. അപ്പൊ എബോളയുടെ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് നമ്മുടെ ചോദ്യം. എബോള മെയിൻലി സ്പ്രെഡ് ചെയ്യുന്നത് ഡയറക്റ്റ് കോൺടാക്ട് വഴിയാണ്. ഡയറക്റ്റ് കോൺടാക്ട് ഓർത്തോണേ. അതായത് ബോഡിലി ഫ്ലൂയിഡ്സ് ഓഫ് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ത്രൂ ടച്ചിങ് തിങ്സ് കണ്ടാമിനേറ്റഡ് വിത്ത് ദോസ് ഫ്ലൂയിഡ്സ്. നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെയായിരുന്നു ആൻസർ. എബോളയുടെ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ബോഡിലി ഫ്ലൂയിഡ്സിൽ, അതായത് എബോള മെയിൻലി സ്പ്രെഡ് ത്രൂ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ബോഡിലി ഫ്ലൂയിഡ്സ് ഓഫ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ആ ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ആ ബോഡിലി ഫ്ലൂയിഡ്സ് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കണ്ടാമിനേറ്റ് ആ ഫ്ലൂയിഡ്സ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇത് എയർ വഴി അങ്ങനെ സ്പ്രെഡ് ചെയ്യാറില്ല. സെക്ഷൽ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യാറുണ്ട്. കാരണം ഈ വൈറസ് ഇതുപോലെ സെമനില് സർവൈവ് ചെയ്യും. എബോള വൈറസ് അപ്പോൾ ട്രാൻസ്മിറ്റ് ആവുന്നത് ഹ്യൂമൻസിലോട്ട്, അത് വൈൽഡ് ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലോട്ട് ട്രാൻസ്പോർട്ട് ആവുന്നത് ഈ ബാറ്റ്, നമ്മുടെ വവ്വാൽ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റിസർവോയർ എബോള വൈറസ് സ്പ്രെഡ് ചെയ്യാനാണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് കോൺടാക്ട് വഴിയാണ്, ബോഡിലി ഫ്ലൂയിഡ്സ് വഴിയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലഡ് ആവട്ടെ, സലൈവ ആവട്ടെ, യൂറിൻ ആവട്ടെ, ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺടാക്ട് വരുന്നു കണ്ടാമിനേറ്റഡ് സർഫസിൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിട്ട്. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? സിവിയർ ഇൽനസ്, അതായത് എബോള വൈറസ് ഇൻഫെക്ഷൻ ഇതുപോലെ സിവിയർ ഇൽനസിന് കാരണമാകും. നമുക്ക് പനി ഭയങ്കരമായിട്ട് കൂടും, ഹൈ ഫീവർ, ഡിഹൈഡ്രേഷന് കാരണമാകും, ഓർഗൻ ഫെയിലിയറിന് കാരണമാകും, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അതായത് ചില ആൾക്കാരിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഹെമറേജ് അല്ലെങ്കിൽ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഒക്കെ സംഭവിക്കാം. ഇനി സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ട്, അതായത് ഈ ഒരു എബോള വൈറസ് ഡിസീസ് ഉണ്ട് പേഷ്യന്റ്, ആ സെക്കൻഡറി ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് കൂടുതൽ, കാരണം അവന്മാരുടെ വീക്കെൻഡ് ആയിട്ടുണ്ട് ഇമ്മ്യൂൺ റെസ്പോൺസസ് കാരണമാവും. ഇനി ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്താ? അങ്ങനെ ഒരു സ്പെസിഫിക് ആന്റിവൈറൽ ഡ്രഗ് ഇല്ല, ലൈക്ക് ഈ ഒരു അപ്രൂവ്ഡ് ആയിട്ടില്ല ഈ ഒരു എബോള വൈറസിന്റെ ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റിൽ. സപ്പോർട്ടീവ് കെയർ ആണ് ഒരു കോർണർ സ്റ്റോൺ. ഈ ഒരു ട്രീറ്റ്മെന്റ് എബോള വൈറസിന്റെ ഒരു പ്രധാന ട്രീറ്റ്മെന്റ് ഭാഗം എന്ന് പറയുന്നത് സപ്പോർട്ടീവ് കെയർ, അതായത് ഫ്ലൂയിഡ് റിപ്ലേസ്മെന്റും ഇലക്ട്രോലൈറ്റ് മാനേജ്മെന്റും അല്ലെങ്കിൽ സിംറ്റംസ് മാനേജ് ചെയ്യുന്നു. ഫീവറും ഈ പറഞ്ഞ പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് മാനേജ് ചെയ്യാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഭാഗം.
അപ്പൊ എബോള വൈറസിന്റെ ട്രാൻസ്മിഷനും എന്താന്നൊക്കെ പഠിച്ചു വെക്കുക. അടുത്തത് what is the skin normal flora? നോർമൽ ഫ്ലോറ ഓഫ് ദ സ്കിൻ എന്ന് പറഞ്ഞാൽ സ്കിൻ ഓൾസോ നോൺ ആസ് ദ സ്കിൻ മൈക്രോബയോട്ട അല്ലെങ്കിൽ സ്കിൻ മൈക്രോബയോം എന്ന് പറയും. അതായത് ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് നമ്മുടെ നാച്ചുറലി ആ ഹെൽത്തി ഹ്യൂമൻ സെൽസിലെ ഹെൽത്തി ഹ്യൂമൻ സ്കിന്നില്ലേ അവിടെ ഇങ്ങനെ റിസൈഡ് ചെയ്യുന്ന നാച്ചുറലി റിസൈഡ് ചെയ്യുന്ന ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം. ബാക്ടീരിയ ആകാം, ഫംജി ആകാം, ചില വൈറസസ് ആകാം. അതിനെയാണ് നമ്മൾ നോർമൽ ഫ്ലോറ ഓഫ് ദ സ്കിൻ മൈക്രോബയോട്ട അല്ലെങ്കിൽ സ്കിൻ മൈക്രോബയോം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് ഹാംലെസ് ഇവന്മാർ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഇൻവേർട്ടേഴ്സിൽ നിന്ന് പൊട്ടൻഷ്യൽ ഹാർംഫുൾ ഇൻവേർട്ടേഴ്സ് ഇല്ല അവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നോർമൽ ഫ്ലോറ ഓഫ് ദ സ്കിൻ. സം കോമൺ ബാക്ടീരിയ ഇതുപോലെ സ്കിന്നിന്റെ നോർമൽ ഫ്ലോറയെ കാണുന്ന സം കോമൺ ബാക്ടീരിയസ് എന്തൊക്കെയാ? സ്പീഷീസ് ഓഫ് സ്റ്റെഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് കോർണിബാക്ടീരിയം. അടുത്തത് കൊറോണ വൈറസ് ട്രാൻസ്മിഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാതാണ് കൊറോണ വൈറസിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്. ഇൻഫെക്റ്റഡ് പേഴ്സന്റെ റെസ്പിറേറ്ററി സെക്രീഷൻ വഴി, അത് കഫ് നമ്മൾ തുമ്മുമ്പോൾ അതിനാണല്ലോ മാസ്ക് വെക്കുന്നത്, ബൈ ദ എയർ ആണ് ഇതിന്റെ ട്രാൻസ്മിഷൻ. അപ്പൊ കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് മെയിൻലി ഒന്നെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ നിയർ ഈച്ച് അതർ. അപ്പം നമ്മൾ ആ ഒരു വൈറസ് ഉണ്ട് ആളില് അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ക്ലോസ് കോൺടാക്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ആൾ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ക്ലോസ് കോൺടാക്ട് വരുമ്പോൾ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ കൊറോണ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്തത് കോസേറ്റീവ് പാത്തോജൻ ഓഫ് ഡിസെൻട്രി. ഡിസെൻട്രിയുടെ കോസേറ്റീവ് പാത്തോജൻ ചോദിച്ചിട്ടുണ്ട്. ഷിഗല്ല സ്പീഷീസ് ആണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഡിസെൻട്രി ടിപ്പിക്കലി സെവറൽ ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ടാക്കും. അതിൽ മെയിൻ ആയിട്ട് ഷിഗല്ല സ്പീഷീസ് ആണ്. ഷിഗല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഡിസെൻട്രിക്ക് കാരണമാകുന്നത്. ഡിസെൻട്രി എന്താ? സിവിയർ ആയിട്ടുള്ള ഡയറിയ വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസോട് കൂടിയുള്ള സിവിയർ ഡയറിയ, അബ്ഡോമിനൽ ക്രാംസും കാണും, അതിന്റെ കൂടെ ഫീവറും കാണും. അതർ പാത്തോജൻസ് അതായത് എസെറിസിയ കോളി, ഈക്കോളി, അമീബാസ്, ഇപ്പം എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഒക്കെ ഈ പറഞ്ഞ ഡിസെൻട്രി ഉണ്ടാക്കും. എങ്കിലും അതിലും മെയിൻ ആയിട്ട് ഷിഗല്ല സ്പീഷീസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറഞ്ഞത്. അടുത്ത ഡിപ്തീരിയയുടെ കോസേറ്റീവ് പാത്തോജൻ ചോദിച്ചിട്ടുണ്ട്. ഡിപ്തീരിയയുടെ കോസേറ്റീവ് പാത്തോജൻ ഏതാണ്? ഡിപ്തീരിയ എന്താ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രേഷ് കോട്ടിങ് നമ്മുടെ ത്രോട്ടിൽ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ സംഭവിക്കുന്നത്, അതാണ് ഡിപ്തീരിയ. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണത്. അപ്പൊ ഇത് ഡിപ്തീരിയ ഉണ്ടാക്കുന്ന മെയിൻ കോസേറ്റീവ് പാത്തോജൻ ആരാണ്? കൊർണി ബാക്ടീരിയം ഡിപ്തീരിയ ബാക്ടീരിയ ആണ്. അതായത് കൊർണി ബാക്ടീരിയം ഡിപ്തീരിയ, അതാണ് ഈ പറഞ്ഞ ഡിപ്തീരിയ ഉണ്ടാക്കുന്ന കോസേറ്റീവ് പാത്തോജൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്സോടോക്സിന് നമ്മുടെ കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോടോക്സിന് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് കോംപ്ലിക്കേഷൻസിന് കാരണമാകും ഇഫ് നോട്ട് ട്രീറ്റഡ് പ്രോംപ്റ്റ്ലി വിത്ത് ആന്റിടോക്സിൻ ആൻഡ് ആന്റിബയോട്ടിക്സ്. അപ്പൊ ആന്റിടോക്സിൻ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞ അതായത് കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ആ എക്സോടോക്സിൻസ് സിവിയർ ഹെൽത്ത് കോംപ്ലിക്കേഷൻസിന് കാരണമാകും. വാക്സിനേഷൻ ഉണ്ട്, ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിനേഷൻ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഷർ ആണ് ഈ ഒരു ഡിസീസിനെതിരെ. അടുത്തത് നെയിം ഓഫ് ബാക്ടീരിയ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. അപ്പം പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിന് റെസ്പോൺസിബിൾ ആയിട്ടുണ്ട് ബാക്ടീരിയ ചോദിച്ചിട്ടുണ്ട്. The bacteria responsible for the production of milk and fermentation of dairy products like yogurt, cheese എന്നൊക്കെ പറയുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ഒരു ബാക്ടീരിയ ഇപ്പം ലാക്ടോബാക്ടീരിയസ് സ്പീഷീസിലാകാം അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസിലാകാം. ഇത് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ആൻഡ് മിൽക്ക് അതിനെ ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നു ഫെർമെന്റേഷൻ പ്രോസസ്സ് വഴി. അപ്പൊ ഈ ഒരു ആസിഡിന്റെ പ്രൊഡക്ഷന് അവിടെ ആ ഒരു ഡയറി പ്രൊഡക്ട്സിന്റെ ഫ്ലേവർ അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ടെക്സ്ചറിന് തന്നെ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റിന് തന്നെ കോൺട്രിബ്യൂട്ടും ചെയ്യുന്നുണ്ട്. ഫംജൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. ഫംജൈ എന്ന് പറയുന്നത് യൂക്യാരിയോട്ടിക് ആണോ പ്രൊക്യാരിയോട്ടിക് ആണോ എന്ന്. ഫംജൈ എന്ന് പറയുന്നത് യൂക്യാരിയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ സെൽ വോൾസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ. അപ്പൊ കൈറ്റിൻ വെച്ച് ഉണ്ടാക്കിയ സെൽ വോൾസ് ഉണ്ട്. യൂക്യാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം ആണ് നമ്മുടെ ഫംജൈ എന്ന് പറഞ്ഞാൽ. അവര് സിംഗിൾ സെൽഡ് ആകാം, മൾട്ടി സെല്ലർ ആകാം. അവർ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസ് ബാക്ടീരിയ ഡിസ്റ്റിങ്ക്ട്. ഓക്കെ, മൾട്ടി സെല്ലർ ആകാം, സിംഗിൾ സെൽഡ് ആകാം ഈ യൂക്യാരിയോട്ടിക് ഫംജൈ എന്ന് പറയുന്നത്.